ഹലോ. എടീ പറഞ്ഞ കാര്യം എന്തായി? എന്ന് തരണം ഞാൻ. നീ നാളെ വന്നേ പറ്റത്തുള്ളൂ. കാരണം അറിയാലേ, ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞ പിന്നെ എന്റെ കല്യാണം. അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് ഇതിനൊന്നും പറ്റത്തില്ല. വേണ്ട, കല്യാണം കഴിഞ്ഞ പിന്നെ വേണ്ട. ഞാൻ വന്നാ കൊറേ നാൾ കല്യാണത്തിന് മുന്നേ നിന്റെ അടുത്ത് പറഞ്ഞ കാര്യമില്ലേ എനിക്കത് വേണം വേണം വേണം. നീ നീ സമ്മതിച്ചിട്ട് നീ ഇപ്പൊ കൊറേ നാൾ തന്നെ പറ്റിച്ചോണ്ടല്ലേ ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഞാൻ പറയുന്ന കേക്ക്. ഇതോടുകൂടി നമ്മൾ തമ്മിലുള്ള ഈ ഫിസിക്കൽ റിലേഷൻ ഇവിടെ നിർത്തണം. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓ വേണ്ട, സമ്മതിച്ചു. പക്ഷെ എനിക്ക് ഇത് വേണം. അതായത് നാളെ പിന്നെ കോണ്ടം ഇല്ല, ഞാൻ ഇന്നത്തെ കയറ്റും. കൊണ്ടല്ലാതെ കയറ്റത്തുള്ളൂ. ഓക്കെ, അതൊക്കെ ഓക്കെ. ഓക്കെ, പക്ഷേ ആണെങ്കിൽ ഞാൻ ഒരൈപ്പിൽ പറയുന്ന എടുത്താൽ മതി. കേക്ക്. എടാ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. കല്യാണം കഴിഞ്ഞത് എത്ര ബാധിക്കും എന്നെ ഇത് നീ കൊണ്ടില്ലാതൊക്കെ ഇതുവരെ ചെയ്യുന്നത്. എന്റെ കൂടെ ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമില്ല എനിക്ക്. കോണ്ടമില്ലാതെ ഫസ്റ്റ് ടൈമാണ്. നീ കഴിഞ്ഞ തവണ ചെയ്ത സമയത്ത് നേരെ ചെവ്വ ചെയ്യാനോ ഒന്നും സമ്മതിച്ചില്ല. അനു, ഞാൻ പറയുന്നത് കേക്കുന്നേ. എടി എന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ നല്ല കല്യാണാലോചനകളും കല്യാണങ്ങളൊക്കെ വന്ന സമയത്ത് നീ ഓക്കെ പറഞ്ഞു പോയി. അപ്പം എനിക്കൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് വേണം എന്ന്. ഞാനില്ലെങ്കിൽ വേറെ മണ്ടനായി പോകത്തില്ലേ നിന്നെ ഇത്ര നാൾ സ്നേഹിച്ചതിന് ശേഷവും. പിന്നെ എടാ, ഞാൻ എന്തോ പറയുന്നത് നീ ഒന്ന് വിചാരിച്ചോ, ഒന്ന് ആലോചിച്ച് നോക്ക്. കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞിട്ടൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് വേണ്ട എനിക്ക് നോക്കും. പക്ഷെ കല്യാണത്തിന് മുന്നേ ഇത്രയും നാൾ സ്നേഹിച്ചിട്ടും പിന്നെ ഫിസിക്കലായിട്ട് ഞാൻ ഒരു തവണ പോലും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാൻ നിന്നെ വിട്ട് ശരിയാവാത്ത കാര്യമല്ല. എനിക്ക് തന്നെ പറ്റും. നീ പക്ഷെ അകത്ത് അടിച്ചൊഴിക്കില്ല. ഒഴുക്കത്തൊന്നുമല്ല, പക്ഷെ എനിക്ക് വേണം. അതായത് നാളെ ഒരു 2-4 മണിക്കൂറെങ്കിലും എനിക്ക് വേണം. എന്ത് കാരണം പറഞ്ഞു വന്നേ പറ്റൂ. എനിക്ക് പറ്റത്തില്ല. ഇനി കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ പറഞ്ഞു വാ, മായയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞു പോവാ. എനിക്ക് പറയാൻ എളുപ്പമാ. ഓക്കെ, ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഞാൻ തിരിച്ചു കൊണ്ട് വിട്ടോളാം. എവിടെ വെച്ചാ നീ പറ. റൂം എടുക്കാം. എവിടെ റൂം എടുക്കുന്നേ? ഇവിടെ ഒന്നും പറ്റത്തില്ല. ഇവിടെ എടുക്കുന്നില്ല, ഞാൻ ദൂരോട്ട് എടുത്തോളാം. അല്ലെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട് സെറ്റ് ആയിട്ട് ഇട്ടേക്കാം. എന്നാ നീ ഓക്കെ, എന്നാ പിന്നെ റൂം എടുക്കാം. അത് നീ ഒന്ന് നന്നായിട്ട് ചിന്തിക്ക്. നമുക്ക് ഈ ബന്ധം വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒന്ന് കളിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഞാൻ ഓക്കെ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പിന്നെ ഞാൻ ശല്യം ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല. ഇത്രയും നാള് കഴിഞ്ഞിട്ട് എനിക്കും തന്നെ നിനക്കും തന്നെ. ഇത് കഴിയുമ്പോൾ നീ പുതിയ നിനക്ക് ജീവിതം. ഓക്കെ, ഹലോ. ഞാൻ എന്തോ പറയുന്നത്. നിനക്ക് ഞാൻ തരാം, സമ്മതിച്ചു. പക്ഷേ എടാ, എനിക്കൊരു പേടിയുണ്ട് പ്രശ്നം. എടി, ആരും അറിയത്തില്ല. അതണക്ക് തന്നെ നീ വന്നാ മതി. നീ ജംഗ്ഷനിൽ വന്നാ മതി. ഞാൻ വണ്ടി കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് പോയി കളിച്ച് നിന്നെ തിരിച്ച് അവിടെ കൊണ്ടാക്കിക്കോളാം. നീ കല്യാണത്തിന് വരുമല്ലോ? കല്യാണത്തിന് കാലം നീ എനിക്ക് തന്നാ മതി. എനിക്ക് അതായത് ഞാൻ കോണിലോട്ട് അടിക്കത്തില്ല. കോണിലോട്ട് അതെനിക്ക് കേൾക്കണം തന്നെ. ഹലോ. ഓക്കെ.
പക്ഷെ എന്നെ നിനക്കൊരു തിരിച്ച് എക്സ്പീരിയൻസ് ആവട്ടെ. നീ എന്ത് പറയുന്നത്? പക്ഷേ നീ എന്നെ വീട്ടിന്റെ അവിടെ കൊണ്ടാക്കണ്ട. നമ്മൾ എന്നും കറങ്ങാൻ പോയിട്ട് വന്ന് ആക്കുന്ന അവിടെ ആക്കിക്കോളാം. അന്ന് അവിടെ ആക്കിയാൽ മതി കേട്ടോ. ഞാൻ കളിക്കാനത് കളിച്ചാൽ അതിന്റെ അവസ്ഥ. എടാ എനിക്കൊരു ഉറപ്പ് വരണം, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നീ ചോദിക്കത്തില്ലെന്ന് ചെയ്യാനൊന്നും. കല്യാണം കഴിഞ്ഞ് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചോ, ഞാൻ ചെയ്തു തരാം. വേണ്ട, ഞാൻ ഒരിക്കലും ആരും പറഞ്ഞു നിന്നെ വിളിക്കത്തില്ല. അതും പറഞ്ഞു വരത്തൊന്നുമില്ല. പക്ഷെ എനിക്ക് നിന്നെ നന്നായിട്ട് കളിക്കണം. എനിക്ക് നന്നായിട്ട് കളിക്കണം. നീ നല്ല രീതിയിൽ സഹകരിക്കണം എടുത്തത്. നാളെ ഒരു ദിവസം കൊണ്ട്. നാളൊരു ദിവസം എനിക്ക് വേണ്ടി മാറ്റിയേ നീ. എന്നും കാണുന്ന കണക്ക് മുടി പിന്നിയിട്ട് കണ്ണു എഴുതി കട്ടപ്പൊട്ട് വിട്ട് വരണം. വരാം. പക്ഷെ എനിക്കൊരു പേര്, നീ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. എന്തിന്? അതായത് അകത്തൊന്നും അടിച്ചു വിളിക്കരുത്. ഞാൻ എന്താ അത്ര പൊട്ടനാണ്? അകത്തൊന്നും ഒഴുകത്തില്ല. അകത്തൊന്നും ഒഴുകത്തില്ല. പക്ഷെ നീ നല്ല രീതി എന്നെ എന്റെ കൂടെ വേണം. വായിലൊക്കെ എടുക്കാൻ പഠിപ്പിക്കാൻ. നിന്റെ കൂടെ പഠിച്ച എക്സ്പീരിയൻസ്ഡ് ആവും ഒറ്റ ദിവസം കൊണ്ട് തന്നെ. ആക്കാടി ആക്കാന്ന് പിന്നെ ആക്കാടി നല്ല എക്സ്പീരിയൻസ് ആക്കാന്ന്. പക്ഷെ ഫസ്റ്റ് കളി എന്റെ, അത് കഴിഞ്ഞ് മതി കെട്ടുന്നവന്റെ കൂടെ ഉള്ളത്. നീയർക്ക് മനസ്സിലാവാതിരുന്നാ മതി. മനസ്സിലാവാതിരുന്നാ മതി എന്നാ പറഞ്ഞു. മനസ്സിലൊന്നും നിന്റെ എക്സ്പീരിയൻസ് വരാൻ. നീ വായിലെടുക്കോ? വായിലെടുക്കോന്ന്? പിന്നെന്താ വേണം? കളിച്ച പിന്നെന്തോന്നാ സുഖമൊന്നും. എനിക്ക് നിന്റെ കിട്ടുന്ന കണക്കാവും. ബാഗ് അടിക്കാൻ പറ്റുമോ? ഞാനൊന്നും പറയുന്നില്ല. ബാഗ് അടിക്കാൻ പറ്റുമോ? ബാക്കില് നീ എവിടെ? ബാക്കിൽ ഏതാ ഉദ്ദേശിക്കുന്നത്? ചന്തയില്ല. അതെനിക്ക് ഇച്ചിരി വേദന എടുക്കത്തില്ലേ? പിന്നെ എല്ലാ രീതിയും എനിക്ക് ഇഷ്ടമാണ്. എടാ, എനിക്ക് അങ്ങനെയൊക്കെ വേദന എടുത്തു കഴിഞ്ഞാൽ കല്യാണത്തിന് വരുന്നു. നിന്റെ കല്യാണത്തിന് 3 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 3-4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീ ഒന്ന് അടങ്ങ്. പാടൊന്നും ആക്കത്തില്ല ഞാൻ പോയെ. പാടാക്കലും കുഴപ്പമില്ലേ? നിങ്ങൾ ലൈറ്റ് ഇട്ടൊന്നും ചെയ്യത്തില്ലല്ലേ? ഫസ്റ്റ് നൈറ്റ് ലൈറ്റ് ഇട്ടൊന്നും ചെയ്യത്തില്ലല്ലോ? വിളിക്കുമ്പോ അതിന്റെ പ്ലാനിങ് ഒന്നും പറയത്തില്ലേ എന്റെ അടുത്ത്? അവൻ വിളിക്കുമ്പോ ഞങ്ങൾ അങ്ങനെ ഒന്നും സംസാരിച്ചാ രാത്രി ലൈറ്റ് ഇട്ട് ചെയ്യണം, ലൈറ്റ് ഇടാതെ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായിക്കോട്ടെ, പക്ഷെ ഞാൻ പാടൊന്നും ആകത്തില്ല. നീ അങ്ങനൊന്നും പേടിക്കണ്ട. നിങ്ങൾ അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് ഒഴിഞ്ഞു തൂങ്ങോ നിന്റെ?
ഒന്നരല്ലേ ഉള്ളു ഒടിച്ചു തൂക്കാൻ. തൂക്കട്ട്. ഞാൻ ഒടിച്ചു നോക്കണോ? ഏ, പിന്നെ ഒരു കാര്യം കൂടെ വേണം. എനിക്ക് നിന്റെ ഡെലിവറി കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഒരു വട്ടം കളിക്കാൻ തരണം. എടാ നീ എന്താ പറയുന്ന? ആദ്യം പ്ലീസ് പ്ലീസ്. കല്യാണം കഴിയട്ടെ. കല്യാണത്തിന്റെ 2-3 ദിവസം കഴിയുമ്പോൾ കഴിയുമല്ലേ? എന്തായാലും ബേബി പ്ലാനിങ് എല്ലാവരും ഇപ്പൊ എനിക്കൊരു വട്ടം വേണം. അത് എടാ ഞാൻ പ്ലീസ് കാര്യമായിട്ട് പ്ലീസ്. പറയാം. ഇല്ലെങ്കിൽ എന്താ ഇതോട് കൂടി നമുക്ക് അതൊക്കെ വേറൊന്നും കൊണ്ടല്ല. എനിക്ക് ഡെലിവറി കഴിഞ്ഞാൽ നിന്നെ കളിക്കണമെന്നാഗ്രഹം. ഇല്ലെങ്കിൽ അത് മതി പ്ലീസ്. കല്യാണത്തിന് വേണ്ട. കല്യാണത്തിന് ശേഷം ഒന്നും വേണ്ട. കല്യാണത്തിന് ശേഷം ഒരു വട്ടം ഒറ്റ തവണ വന്നാൽ എനിക്ക്. കാരണം പാലൊക്കെ ഉണ്ടല്ലോ. അന്നേരം ഞാൻ കുറച്ച് കുപ്പിയിലെ പാൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. വേണ്ട, നിന്റെ അകത്ത് ഫ്രഷ് ആയിട്ട് ഊറ്റിപ്പിടിക്കാനാ. പിന്നെന്താണ്? പ്ലീസ് ഓടി. നോക്കട്ടെ. നോക്കട്ടെന്നല്ല, നീ ഇപ്പോഴും ഉറപ്പ് പറയണം. പിന്നെ വൈകി നിന്നെ കിട്ടത്തില്ല. എനിക്ക് പേടിയുണ്ട്. ആദ്യം കല്യാണം ഒക്കെ ഒന്ന് കഴിയട്ടെ. ഞാൻ കല്യാണം കഴിഞ്ഞ് വിളിക്കാനും പറിക്കാനൊന്നും വരത്തില്ല. പിന്നെ നീ നിന്റെ വീട്ടിൽ വരുന്ന സമയത്ത് എന്നെ കാണാം, സംസാരിക്കാം വീട്ടിലൊക്കെ വരുമ്പോ. പിന്നെ അതല്ലാതെ ഞാൻ വിളിക്കുന്നത് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വട്ടം വേണം. ഓക്കെ തരാം. ഇനി അതിന് കിടന്ന് വാശി പിടിക്കണ്ട. എനിക്ക് നിന്റെ പാല് കുടിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. തരാം. തരാം. അതെ, പിന്നെ ഞാൻ ശല്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുവാണെങ്കിൽ, നിനക്കും തോന്നുവാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. തരാം ഞാൻ നിനക്ക്. കണ്ടിന്യൂസ് ആയിട്ടൊന്നും വേണ്ട, പക്ഷെ നിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വേണം. അതോടുകൂടി നിർത്തൂ. അത് അപ്പോഴല്ലേ. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ശല്യം ചെയ്യാനോ വിളിക്കാനോ ചെയ്യാനോ ഒന്നും വരത്തില്ല. നീ ഇതൊന്നും വേറെ ആരോടും പറയൊന്നും ഇത്ര ചെയ്യല്ലേ. നാളായിട്ട് ഞാൻ പറഞ്ഞോ? ഞാൻ ആര് വെച്ചാലും നമ്മള് റിലേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അതിപ്പോഴും അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നേ ഞാൻ പറയുന്നുള്ളൂ. നിന്റെ ചുണ്ട് കാണുമ്പോ കടിക്കാൻ തോന്നും. അന്നെ എപ്പോഴും പറയാറില്ലേ. അതെനക്കന്നെ വേറെയാണ്. അതെനക്കന്നെ വേറെ സാധനം കാണും. ഞാൻ നാളെ കിട്ടുമ്പം കടിച്ചു തിന്നുന്നുണ്ട്. പക്ഷെ പറയുവാണെങ്കിൽ എനിക്ക് എന്ത് നിന്റത് എല്ലാം ഇഷ്ടമാ. കേട്ടില്ല. എന്തിനാ? അതായത് നിന്റതും എനിക്ക് ഇഷ്ടമാണ്. ഒരു ദിവസം നമ്മൾ മറ്റേ പാലത്തിന്റെ അവിടെ പോയപ്പോ നീ എന്റെ തോളിൽ കൈയിട്ട് തന്ന ആ ഫോട്ടോ ഇല്ലേ, എന്റെ ടാബിൽ കിടന്നത് നീ എടുത്തു നോക്കി. അതിനകത്ത് നിന്റെ സാമാനം നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അന്ന് പൊങ്ങാനും കാരണം ഉണ്ടായിരുന്നു. തോളിക്കൂടെ കൈയിട്ടപ്പോ തോളിക്കൂടെ കഴിയുന്നതിന് മുന്നേ തന്നെ ഇടുപ്പിൽ കൂടെ കൈയിട്ട സമയത്ത് നിന്റെ ബ്രസ്റ്റിൽ കയറി ടച്ച് ആയാണ്. ഇപ്പൊ 2-3 വട്ടം കയറി നീ എന്റെ കൈ പിടിച്ചോണ്ട് നടന്ന സമയത്ത് കയറി ഇടിച്ചായിരുന്നു. പക്ഷെ അന്നൊന്നും പറയാൻ പറ്റിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയായിരുന്നു. എന്താ ചെയ്യാനാ? ഇപ്പൊ പറഞ്ഞിട്ടാണ്. എങ്കിൽ പിന്നെ നിനക്ക് എന്നെ കെട്ടിക്കൂടായിരുന്നു. പിന്നെ നീ അന്ന് എന്നെ ഫ്രണ്ടായിട്ട് കാണും, അതാണ് എന്താന്ന് പറഞ്ഞിട്ട് നീ മറ്റൊരാളെ ആവുന്നത് എന്റെ സങ്കടമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും വേണ്ടേ. നിനക്ക് എന്തായാലും തരാൻ പോരെ. മതിയടി. ഇത്രയും നാൾ ഒന്നിച്ചുണ്ടായിട്ട് പെട്ടെന്ന് ഒരു ഇതാകുമ്പത്തേക്ക് ഒരു ഇത്. തരാൻ നിനക്കുന്നു.
നാളെ എന്റെ ഞാൻ കൊറേ കുടിക്കും. നാളെ എല്ലാം തരാം നിനക്ക്. നാളെ ഫുള്ള് എനിക്ക് വേണ്ടി മാറ്റി വെക്കും. പിന്നല്ലാതെ. പിന്നെ നിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് സെൻഡ് ആവുന്ന തോന്നുന്നു. ഏയ് നാളെ എല്ലാം ചെയ്യാം എന്തായാലും. ഉമ്മ എടാ എന്നാ എനിക്ക് കിടന്നോ. നാളെ വിളിച്ചാൽ മതിയോ? നാളെ ഇറങ്ങുമ്പോ നീ ഒരു മെസ്സേജ് ഇടണം. പിന്നെ ഞാൻ ജംഗ്ഷനിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളാം. പിന്നെ മുടി പിന്നിട്ടുണ്ടോ നാട്ടിൽ? അങ്ങനെ വരത്തുള്ളൂ. പിന്നെ നീ എന്നും അടിക്കുന്ന ഒരു പെർഫ്യൂമുള്ള രാവിലെ കുളിച്ച് മുടി പിന്നിട്ട് കുറിയിട്ട് ഒരു പെർഫ്യൂം അടിക്കത്തില്ലേ, അത് അടിച്ചോ? കുളിച്ചിട്ടല്ലേ വരൂ. പിന്നല്ലാതെ. നാളെ കണ്ടില്ല ക്ഷീണിക്ക് നീ പറ. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ വരാം. പോരെ? പെട്ടെന്ന് നാളെ ആയിരുന്നു നല്ല രീതിയിൽ. പൊങ്ങി സാമാനം.